നിങ്ങൾ 12 വാക്യം വരെ നിങ്ങൾ വായിക്കുമ്പോൾ 13 14 വാക്യത്തിലേക്ക് വരപ്പെടുമ്പോഴും നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു ദൂത് 15 വാക്യത്തിലേക്ക് വരും പറയുകയാണ്, അപ്പോൾ നീ എന്ത് ചെയ്യും? കളങ്കം കൂടാതെ. എപ്പോൾ? 13 14 വാക്യം ഒന്ന് വായിച്ചേ. 13 14 വാക്യം ഒന്ന് വായിച്ചേ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നിന്റെ കൈകളൊന്ന് മലർത്തുമ്പോൾ നീ നിന്റെ ഹൃദയത്തെ സ്വൈര്യമാക്കി അവങ്കിലേക്ക് കൈകൾ മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടായാൽ പ്രൈസ് ദി ലോർഡ് അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത്. ആമേൻ, ആമേൻ, സ്തോത്രം. യോബേ, നിന്റെ കൈകളിൽ എന്തെങ്കിലും കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുറവിനെ നീ മനഃപൂർവ്വമായി ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ നിന്നെ തന്നെ ന്യായീകരിക്കാൻ വരട്ടെ, നിന്റെ കുറവുകളെ ഒന്ന് കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, 13 വാക്യം മുതൽ പറയുന്നത് ഇങ്ങനെയാണ്: അനുതാപത്തിന്റെ നിശ്ചയമുള്ള അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. എന്താണ് അനുതാപത്തിന്റെ നിശ്ചയമുള്ള അനുഗ്രഹം? ആർക്കാ വന്നത്? ഇയ്യോബിന്റെ ജീവിതത്തിൽ. തുടക്കമേ നഷ്ടങ്ങളാണ്. കൂടെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ ഭാര്യ വരെ ഇയ്യോബിനോട് പറഞ്ഞു, പോയി ചത്തുകള. പ്രൈസ് ദി ലോർഡ്. തലമുറയെല്ലാം പോയില്ലേ? പിന്നെ ഈ വിശ്വാസം പിടിച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. പോയി ചത്ത് കളഞ്ഞൂടെ തള്ളി പറഞ്ഞിട്ട്? ഇതെല്ലാം ഒരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വന്ന് ഭവിക്കുന്ന ആലോചനകളെന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയ്യോബ് ദൈവത്തെ ഒരു നോട്ടം കൊണ്ട് പോലും, എന്തിനേറെ ഒരു ചിന്ത കൊണ്ട് പോലും, ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനെയും അരിച്ചു വറക്കുന്ന ഒന്നാണ് ഏത്? ഈ പുസ്തകം. ഇത് നമ്മൾ വായിക്കും, ഒന്നും മനസ്സിലാകില്ല. ഈ പുസ്തകം ഉണ്ടല്ലോ, നമ്മളെ വായിക്കും. ആമേൻ പറ. മനസ്സിലായോ? ഇത് നമ്മൾ പല പ്രാവശ്യം വായിക്കും. ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനങ്ങ് മാറ്റി വയ്ക്കും. ഇതിൻ്റെ പുറത്ത് 5-6 പുസ്തകം കൂടെ വാരി അടുക്കി വെച്ചിട്ട് മിണ്ടാതിരുന്നോളണം അവിടെ എന്ന് പറയും. പക്ഷെ ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് നമ്മെ വായിക്കും, നമ്മുടെ കുറവിനെ വെളിപ്പെടുത്തും, നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും, നമ്മുടെ പരിമിതികളെ ഈ പുസ്തകം വരച്ചു കാണിക്കും. ഇതേ 2 ദിവസമായുള്ളൂ വാങ്ങിച്ചിട്ട്, 2-3 ദിവസമായതുള്ളൂ ഈ പുസ്തകം വാങ്ങിച്ചിട്ട്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിയല്ലേ, എവിടെയെല്ലാം നമ്മൾ യാത്ര ചെയ്തു, ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചു, ഏതെല്ലാം ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചു, ആമേൻ, എന്തെല്ലാം കാര്യാദികൾ ചെയ്തു അല്ലേ? ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോഴും കുത്തുപൊട്ടിയത് കൊണ്ട് നടക്കുന്നത് അല്ലേ? പ്രൈസ്. പേടിക്കണ്ട, അത് നിങ്ങൾക്ക് ശുശ്രൂഷയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആയിരക്കണക്കിന് പുസ്തകം കത്തിച്ചതുകൊണ്ടാ ദൈവം ഇന്ന് തന്നെ പുസ്തകങ്ങളുടെ ഏതെങ്കിലും കട കാണുമ്പോൾ അവിടെ വണ്ടി ചവിട്ടും. വണ്ടി ചവിട്ടിയിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് കൂട്ടൊക്കെ ജോലി ഇരിക്കുമ്പോൾ. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? ആയിരക്കണക്കിന് പുസ്തകം കത്തിച്ച വ്യക്തിയാണ് ഞാൻ. സ്തോത്രം, ആമേൻ. ഈ ദൈവത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ച ആളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തലമുറകൾ എന്ത് ഭാഗ്യമുള്ളവരാ! അപ്പൻ പാസ്റ്റർ, അമ്മ പാസ്റ്റർ, അപ്പച്ചൻ പാസ്റ്റർ, അമ്മയുടെ അപ്പൻ പാസ്റ്റർ, ആമേൻ, 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 അപ്പൻ്റെ അപ്പൻ, അപ്പൂപ്പൻ, എല്ലാ പാസ്റ്റർമാരാ. എന്ത് സന്തോഷം! ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രി ആമേൻ ഒന്ന് മുഖമുയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ പുസ്തകം നമ്മെ വായിക്കും, എന്നെയും വായിക്കും, എന്നെ ഇന്ന് രാത്രി വായിക്കും ഈ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് രാത്രി ഒന്ന് പറഞ്ഞ് ഈ പുസ്തകം നമ്മെ ഒന്ന് വായിച്ചു കഴിഞ്ഞാലേ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? പറ. ഇന്ന് രാവിലെ ഇതുവരെ ഉള്ള സംഭവം ഒന്ന് നോക്കിയേ. നമുക്ക് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ ദൈവസന്നിധിയിൽ? ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തൊന്ന് വിടർത്താൻ സമയം കിട്ടിയോ ഇന്ന് രാവിലെ? ഇതുവരയ്ക്ക്
ഒന്ന് വിടർത്തി നോക്കാൻ, ഇതിനകത്തൊന്ന് എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കി പഠിക്കാൻ, എന്താ എന്നോട് സംസാരിക്കുന്നത് ഒന്ന് തുറന്നു വച്ചാൽ മതി കേട്ടോ. ഇത് നിങ്ങളെ വായിച്ചു പഠിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പുസ്തകത്തെ തുറന്നൊന്ന് വച്ച് കരയാൻ പറ്റുമോ, ഉടയാൻ പറ്റുമോ? ഹല്ലേലൂയ. 50 പൈസയുടെ കവറിട്ടിട്ട് പോകേണ്ട പുസ്തകമല്ല ഇത്. എത്രയോ പുസ്തകങ്ങൾ നിന്നുപോയി, എത്രയോ എഴുത്തുകാർ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ മാറ്റമില്ലാത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ഈ ഗ്രന്ഥമല്ലാതെ ഉലകത്തിലൊരു പുസ്തകമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എനിക്ക് കഴിയും. സ്തോത്രം. ഇതിന് വില കൊടുത്ത് എത്ര പേര് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. വില കൊടുത്ത് എത്ര പേര് ഇരിപ്പുണ്ട് ഇവിടെ ഇന്ന് രാത്രി? ആമേൻ, സ്തോത്രം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ എപ്പോഴാ? ആമേൻ. 14-ാമത്തെ വാക്യം പറയും, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളക. ഹല്ലേലൂയ. അകറ്റിക്കളക. ആമേൻ. അടുത്ത് പറയുന്നത്, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത്. ഇവിടെ നല്ല രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. ആമേൻ. 6ഉം 7ഉം സ്നാനം എടുത്തവരുണ്ട്. പല നിലയിൽ കത്രുമേശ എടുത്തവരുണ്ട്. അതെന്താ പക്ഷെ 6, 7 സ്നാനം? പിന്നെ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ സ്തോത്രം, ഒരു സഭയിലേക്ക് ഒരു ദൈവദാസൻ ഒരു ദൈവവൈതൽ കടന്നു ചെന്നപ്പോഴത്തേനും അവിടെ സ്നാനം നടക്കുക. സ്തോത്രം. അപ്പോൾ പാസ്റ്റർ, എനിക്ക് സ്നാനപ്പെടണം. അതിനെന്താ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിന്നെന്താ, ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വിചാരിച്ചു സ്നാനപ്പെട്ട് കാണത്തില്ല എന്ന്. അദ്ദേഹം അങ്ങോട്ട് ഇദ്ദേഹത്തിനെ പിടിച്ച് മുക്കി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം സാക്ഷി സമയം കൊടുത്തവൻ പറയുക, ഇതെൻ്റെ 5ാമത്തെ സ്നാനമാണ്. ഹലോ ഹലോ അവിടെ ഇരുന്നവരെല്ലാം അന്തം വിട്ടുപോയി. അദ്ദേഹം പറയാ, എനിക്ക് വചനം പറഞ്ഞു തരാതെ മനസ്സിലാക്കാതെ ആദ്യം സ്നാനപ്പെടുത്തി. 2ാമത് ഞാൻ ക്രൂസൈഡിനൊക്കെ പോയപ്പോൾ അവിടെ ദൈവവചനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ രൂപാന്തരപ്പെട്ടില്ല എന്ന്. അപ്പോൾ മാനസാന്തര സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഓരോ ദിവസവും താൻ കേൾക്കുന്ന ശബ്ദം അനുസരിച്ച് താൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തെ. അപ്പോൾ സ്നാനം 5ആയി. അപ്പോൾ അടുത്ത് പറയുക, ഇനി എപ്പോഴാകും അടുത്ത സ്നാനം? 26-ൽ പിന്നെ ഉണ്ടാവോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, ആമേൻ ആമേൻ, ഒറ്റ സ്നാനമേ ഉള്ളൂ, ഒറ്റ സ്നാനം. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ ഇറങ്ങി നിബഞ്ജനമായി വെള്ളത്തിനടിയിൽ ഒരു അഭിഷക്തന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ നിബഞ്ജന സ്നാനം, ബാപ്റ്റിസം എന്ന് പറയുന്ന സ്നാനം. വെള്ളത്തിനടിയിൽ ഒരു മനുഷ്യൻ അമർന്നിട്ട് അവനെ പുറത്തെടുത്തിട്ട് അവന്റെ തലയിൽ കൈവച്ചു പറയും, സ്തോത്രം, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക. സഹോദരിമാരാണെങ്കിൽ പറയും, മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം നീ പ്രാപിക്കും. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ തോന്നുന്നുണ്ടോ ആരെങ്കിലും? ഹല്ലേലൂയ, ആമേൻ ആമേൻ. അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. ഇന്ന് രാത്രി നിങ്ങൾ മുഖം കുനിച്ച് കിടക്കുകയാണോ? വേദനപ്പെട്ടിരിക്കുകയാണോ? സങ്കടപ്പെട്ടിരിക്കുകയാണോ? അവരുടെ മുമ്പിൽ നിങ്ങളുടെ മുഖത്തെ ദൈവം ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ അവർ മനഃപൂർവ്വമായി നിങ്ങൾക്കെതിരെ കെട്ടിച്ചമച്ച കള്ളക്കഥകളെ ഇന്ന് രാത്രി പൊളിച്ചുകൊണ്ട് നിന്റെ മുഖത്തെ ഉയർത്തുന്ന ഒരു ദൈവം ഈ രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീതിമാനായിരിക്കുന്ന സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സോബർ വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്നെ നോക്ക്, ഞാൻ ഇങ്ങനെ ഉള്ളവനാണ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആരെല്ലാം അവിടെ വിളിച്ചു പറഞ്ഞാലും മുൻപിലോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 10-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ പറയുന്നത്, വെളിച്ചം അർദ്ധരാത്രി പോലെ ഉള്ളം സ്തോത്രം ദേശത്തിലേക്ക് തന്നെ മടങ്ങി വരാത്തക്കവണ്ണം പോകുന്നതിന് മുൻപേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? വെളിച്ചം
അർദ്ധരാത്രി പോലെ ഒരു അഭിഷക്തന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ചില വേദനകൾ പറഞ്ഞു തീർക്കാൻ പോലും കഴിയാതെ ഒരാൾ പോലും ഒന്ന് പറഞ്ഞ് ഉടയാനോ കരയാനോ നമ്മുടെ വാർത്ത ഒന്ന് കേൾക്കാനോ ഈ ഭൂപരപ്പിൽ ആരും ഉണ്ടാകത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നമ്മുടെ വിഷയം ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ സങ്കടങ്ങളൊന്ന് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ ആരും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇയ്യോബ്. ദൈവം 24 മണിക്കൂർ ഇയ്യോബിന് അടുത്ത് നിൽക്കുക. 24 മണിക്കൂറും ഇയ്യോബിനെ ആരെല്ലാം കാണാൻ വരുന്നു, ആരെല്ലാം കുറ്റപ്പെടുത്തുന്നു, ആരെല്ലാം ഇയ്യോബിനെ മാറ്റി നിർത്തുന്നു, ആരെല്ലാം ഇയ്യോബിനെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അകറ്റി നിർത്തുന്നു, അവനെ ശാസിക്കുന്നു, അവനെ പിന്നെയും പരീക്ഷിക്കുന്നു. ഇതറിയാൻ ദൈവം ഇയ്യോബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി വായിച്ചാട്ടെ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ പറയുന്നത്? വായിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. കണ്ടോ? ഹൃദയം കുറ്റം വിധിക്കുന്നു. ഇയ്യോബേ, നീ പറഞ്ഞു പോയതും ഹൃദയത്തിൽ നീ നിരൂപിച്ചതും തെറ്റാണെന്ന് ബോധ്യമുണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ നിനക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. നിന്നെ ഇനി 10,000 കടന്തൽ പോലെ വളഞ്ഞിട്ട് കൊട്ടിയാലും നിനക്ക് വിഷയമില്ല. നീ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുകയാണ്? നീ ഹൃദയത്തിനകത്ത് ദൈവമായിട്ടൊരു അകവഴിഞ്ഞ ബന്ധമുണ്ടെങ്കിൽ നിനക്കിന്ന് രാത്രി ദൈവമായിട്ട് പ്രാഗൽഭ്യമുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രാഗൽഭ്യമുള്ളവൻ സൂര്യചന്ദ്രാദികൾക്കപ്പുറം വെട്ടി തിളങ്ങുന്ന തിളക്കം. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരെയും 12 മുദ്രയോടുകൂടെ ചേർത്ത് ദൈവാത്മാവ് ഉപമിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞ് നിനക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ 10,000 വിളിച്ചു പറയുന്നേ, എന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കാൻ എത്രയോ പേര് ശ്രമിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. എനിക്കും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് രാത്രി നീയും ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെ പുറത്തെടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു അധികാര സ്ഥാനം നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നുഴഞ്ഞു കയറുന്ന ചില സംഭവമുണ്ട്, നുഴഞ്ഞു കയറുന്ന തോപല്ലത്തുണ്ട്. എനിക്കെന്താ ചെയ്യാൻ കഴിയാത്തത്, എനിക്കെന്താ ഇത് നടത്താൻ കഴിയാത്തത് എന്ന് പറഞ്ഞു പോകുന്ന, ഹൃദയം പോലും കൈപ്പേറിയ അനുഭവത്തിൽ പോകുന്ന ചില സംഭ്യാക്കളുണ്ട് സഭയ്ക്കകങ്ങളിൽ, പുറങ്ങളിൽ. സ്തോത്രം. പേടിക്കണ്ട. നിങ്ങൾ ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുക, ആരും മുമ്പിൽ തലകുനിക്കണ്ട. ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൂമിൽ കയറിയപ്പോൾ 10 ഡിവൈഡ്സ് ഓണായിരുന്നു, 93 ഡിവൈഡ്സ് ഓഫ്. ഞാനും മെല്ലെ അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തേ, എനിക്ക് 10 ഡിവൈഡ്സേ കാണാവൂ. നിങ്ങൾ ഡിവൈഡ്സൊക്കെ ഓൺ ചെയ്തേ. ഓൺ ചെയ്യാത്തൊരു പൊയ്ക്കോ. ഹല്ലേലൂയ. ഓൺ ചെയ്തപ്പോഴും ഒരാൾ കല്ല് വന്നുകൊണ്ടിരിക്കുക, പോക്കറ്റ് കിടക്കുന്നു മൊബൈൽ. ഒരാൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, ഒരാൾ ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരാൾ തുണി അലയിക്കൊണ്ടിരിക്കുക. ആ കിണറ്റിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് മൊബൈല്. ഒളിച്ചു കേൾക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൂഗിൾ മീറ്റ്, സൂം. അതുകൊണ്ട് ഇരിക്കുമ്പോൾ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, കള്ളന്മാരെ പോലെ ഒളിച്ചിരിക്കാതെ കിട്ടുന്ന സമയം. അത് പറഞ്ഞപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവപ്രവൃത്തി കൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പം അവിടെ ദൈവാസം പറയും, കർത്താവിൻ്റെ ആവശ്യത്തിന് ഇതുവരയ്ക്കും ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ. തുടങ്ങിയിട്ട് 4 വർഷമായി. അന്ന് മുതൽ ആ ഓൺ ചെയ്യുന്ന ഭാഗം ഓണാകത്തില്ല. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ എവിടെ ഓഫായിരിക്കുമോ
ദൈവവും അവിടെ ഓഫാക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹൃദയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന 1 മിനിറ്റ് ആണെങ്കിലും ആമേൻ, അതാൽ കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാനുണ്ടെന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനെ ബോധിപ്പിക്കണ്ടെന്നേ, ദൈവത്തെ മാത്രം ബോധിപ്പിക്കുക, ദൈവത്തിന് കണക്ക് കൊടുക്കുക. ആമേൻ. ഇവിടെ പറയുക എന്താണ്? കുറ്റം വിധിക്കുന്നു എങ്കിൽ ആമേൻ, നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടോ? ആമേൻ. ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പ്രശ്നമല്ല, ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. പലരും പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ അനേകരെന്നെ വിളിച്ചു. പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവാസിയെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവ് ചിലരുടെ ദൂത് പറയുക, നിന്റെ മുഖം ഒന്ന് കളങ്കമില്ലാതെ ഉയർത്തി നിർത്താൻ ദേശത്തിൽ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ദേശത്തിൽ നിന്നെ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നേക്ക് ഒരു 5 വർഷം മുമ്പ് എൻ്റെ ചേച്ചിയോട് ദൂത് പറഞ്ഞു. സ്തോത്രം. ആ ദൂതിനെ പറ്റി ഇന്നും ചിന്തിച്ചതേ ഉള്ളൂ. 5 വർഷത്തിന് മുമ്പ്. സ്തോത്രം. ആമേൻ. ചർച്ചിനകത്ത് വെച്ച് ദൂത് പറഞ്ഞതാ. ആ ദൂത് എന്തെല്ലാം എവിടെയെല്ലാം ഓടിയാലും അവിടെ വന്ന് കറയി കുത്തി അവിടെ നിൽക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ 2 മാസം കൊണ്ട് അതാ ചിന്ത. ആമേൻ. സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നെ മാനിക്കും. അവിടെ മാനിച്ച ശേഷമേ നിന്നെ ആരെല്ലാം കളിയാക്കിയോ. ഹലോ അഭിഷക്തന്മാരെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ആ ദേശത്ത് മാനിച്ചിട്ട് ദൈവം നിങ്ങളെ വേറെടുത്ത് കൊണ്ടുപോകത്തുള്ളൂ. അന്ന് കൂകിയില്ലേ? പത്രോസിന്റെ വല ഒന്നും കിട്ടാതെ വന്നപ്പോ കൂകിയില്ലേ? ഒഴിയപ്പെട്ടവനായി, ആമേൻ, സ്തോത്രം, തകരപ്പെട്ടവനായി മാറിയുന്നില്ലേ? എത്രയോ പടക് ചേർത്ത് വെച്ച് കൂകി. ഒന്നും കിട്ടിയില്ലല്ലോ. അവൻ വലിയ പരിചയക്കാരൻ, അവൻ വലിയ പ്രാർത്ഥനക്കാരൻ. ഒന്നും കിട്ടിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നും കിട്ടിയില്ലല്ലോ. ഇവനിനി ഒന്നും കിട്ടത്തില്ല, ഇവൻ തീർന്നു, ഇവനെ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇവനിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ മുൻപിൽ നിന്റെ പടകിൽ ഇന്ന് രാത്രി, ആമേ, തിബിരിയാസ് കടൽക്കരയിൽ നിന്റെ പടകിൽ ഇന്ന് രാത്രി യേശു നടന്നു കയറുകയാ. ഏത് സ്ഥലത്താണോ കുറ്റപ്പെടുത്തിയത്, ഏത് തിബിരിയാസ് കടലിന്റെ കരയിലാണോ നിന്നെ കുറ്റപ്പെടുത്തിയത്, അതേ തിബിരിയാസ് കടലിന്റെ നടുക്ക് വച്ച് ദൈവം കുറ്റപ്പെടുത്തിയവന്റെ പടകിനെ നിറച്ചെങ്കിൽ ഇന്ന് രാത്രി ഏത് സ്ഥലത്ത് വച്ചാണോ, ഏത് ജംഗ്ഷനിൽ വച്ചാണോ, ഏത് ഗ്രാമത്തിൽ വച്ചാണോ, ഏത് വീട്ടുവളപ്പിൽ വച്ചാണോ, ഏത് സഭയുടെ ആമേൻ അകത്ത് വച്ചാണോ നിന്നെ കളിയാക്കിയത്, അതേ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കും. ഇല്ലെങ്കിൽ ഈ പുസ്തകം എടുത്തിട്ട് കാര്യമില്ല. അവരെ നോക്കി നിൽക്കേ, അവരെ കൂടെ വിളിക്കും നിന്റെ പടകിനെ ഒന്ന് നിറയ്ക്കാൻ, വല പിടിക്കാൻ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ആരെല്ലാം നിന്നെ കളിയാക്കിയോ, നിന്റെ ഭാവി വെച്ചോ, അമ്മാനമാടിയോ, അവരെ നോക്കി നിൽക്കേ. നിന്റെ പെട്ടിയുടെ അറ്റം പിടിക്കാൻ അവരെ ദൈവം വിളിക്കും. സ്തോത്രം. ഇന്ന് രാത്രി അതേ സ്ഥലത്ത് വച്ച് തന്നെ ദൈവം നിന്നെ മാനിക്കും. ഇല്ല, ഈ കഴിഞ്ഞ 27 വർഷം ഈ പുസ്തകം ഞാൻ പ്രസംഗിച്ച കാര്യം എന്താ? ഹല്ലേലൂയ. 1-2 അല്ല അഭിഷക്തന്മാരെ. പ്രൈസ് ദി ലോർഡ്. എവിടെയാണോ നിന്നെ അപമാനിച്ചത് അവിടെ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഏത് ചർച്ചിന്റെ ഫ്രണ്ടിൽ വെച്ചാണോ, ഏത് വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാണോ, ഏത് ജംഗ്ഷനിൽ വെച്ചാണോ, ഏത് തിബിരിയാസ് കടലിന്റെ കരയിൽ വെച്ചാണോ, ഏത് കുളത്തിന്റെ കരയിൽ വെച്ചാണോ, ഏത് സ്കൂളിൽ വെച്ചാണോ, ഏത് കോളേജിൽ വെച്ചാണോ, ഏത് സെന്ററിൽ വെച്ചാണോ, അവിടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ആത്മാവ് തൊട്ടു പറയുക. ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പലരോടും ദൈവാത്മാവ് ശക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ സെൻട്രലിൽ വച്ച് ദൈവം തന്നെ മാനിക്കും. ആമേ. കുറിച്ചു വെച്ചോ ഇന്ന് രാത്രി. ആമേ. ഈ വർഷത്തിന്റെ പകുതി കഴിയും മുമ്പേ ദൈവം നിന്നെ അതേ ജംഗ്ഷനിൽ വെച്ച് മാനിക്കും, അതേ സ്ഥലത്ത് വെച്ച് മാനിക്കും, അതേ ദേശത്ത് ദൈവം നിന്നെ മാനിക്കും. അതാ ദൈവത്തിന്റെ പദ്ധതി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നടക്കത്തില്ല.
അവിടെ വന്ന് തന്നെ ദൈവം നിന്നെ മാനിക്കും. മാനിച്ചിട്ട് ദൈവം നിന്നെ പല രാജ്യത്തും പട്ടണത്തും സ്തോത്രം ഹല്ലേലൂയ ജില്ലകളിലും ഗ്രാമങ്ങളിലും ദൈവം അയക്കുന്ന മേടുകളിലും ദൈവം നിന്നെ കൊണ്ടുപോകും. എന്തിനാ? എവിടെ ആദ്യം അനുഗ്രഹിക്കപ്പെടുമെന്നറിയാമോ? നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആദ്യം എവിടെ അനുഗ്രഹിക്കപ്പെടും? നീ പട്ടണത്തിൽ, നീ പാർക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന മേഖലയിൽ ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. അതിനുശേഷം പിന്നെ ദൈവം നിന്നെ പല ദേശത്തും ദൈവം നിന്നെ ഉയർത്തും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആദ്യം യെരൂശലേമിൽ, പിന്നെ യഹൂദയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ആദ്യം നിന്നെ യെരൂശലേമിൽ അനുഗ്രഹിക്കും, പിന്നെ യഹൂദയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇത് വേറെ ആർക്കുള്ള ദൈവവചനമല്ല, ഇത് രക്ഷിക്കപ്പെട്ടവർക്കുള്ള വചനമാണ്. ഹല്ലേലൂയ. ഇത് സ്നാനപ്പെട്ടവർക്കുള്ള ദൂതാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവകുഞ്ഞെ സ്തോത്രം. ദൈവസന്നിധിയിൽ ഉന്മയോടെ നിൽക്കാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് ദൂതുകൾ കൈമാറുകയാണ്. വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിച്ച വിഷയത്തെ 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും വായിച്ച്. 1 യോഹന്നാൻ 3-ാം അധ്യായം 20-ഉം 21-ഉം ഒന്ന് വായിച്ച്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ആമേൻ. അവിടെ പറയുന്നത് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവൻ. ആമേൻ. ഇന്ന് രാത്രി ദേവാലയത്തെക്കാൾ വലിയവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ കർത്താവ് ആരാ? ദേവാലയത്തെക്കാൾ വലിയവൻ. എന്നാൽ ഹൃദയത്തെക്കാൾ വലിയവൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നതിനേക്കാൾ വലിയവൻ. കാരണം ഹൃദയത്തിലെ ഇടി സ്പന്ദനവും അതിൻ്റെതായ സമയത്ത്, അതിൻ്റെതായ മിനിറ്റുകളിൽ ദൈവം അതിൻ്റെ ഇടി ഒന്നും കുറയ്ക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് പ്രാഗൽഭ്യത്തോടെ സ്തോത്രം കൊടുക്കുക. കൈക്കകത്ത് ഇരിക്കാതെ കൈയൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രമൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഒന്ന് അടിക്കുന്ന ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നവുമായി ഹോസ്പിറ്റലിലേക്ക് കാർഡിയോളജി പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ കൈ രണ്ടും ബോഡിക്ക് നേരെ വിടർത്തിയിട്ട് 1 സെക്കൻഡിൽ സ്തോത്രം 30 പ്രാവശ്യം അത് ശക്തമായി അടിക്കണം. വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഹല്ലേലൂയ. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരാമ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തോത്രം അതിൻ്റെ ശതമാനത്തിൽ വ്യത്യാസം വന്നു. സ്തോത്രം. പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ഒന്നും വരത്തില്ല, പേടിക്കണ്ട. അറ്റാക്ക് വരുന്നെങ്കിൽ കൈ അടിക്കത്തുണ്ട. ഹലോ, അറ്റാക്ക് വന്നാൽ കൈ അടിക്കത്തുണ്ട. വണ്ടി വെച്ച് പറഞ്ഞാൽ കൈ അടിച്ചോളണം. അതെന്തിനാ നെഞ്ചിൽ ഇങ്ങനെ ഇടിക്കുന്നില്ലേ? ഈ പമ്പ് കുറയുമ്പോൾ ആൾക്കാർ ഇടിക്കുന്നില്ലേ? എന്തിനാ? കൈ അടിക്കത്തുണ്ടല്ലേ? അല്ലേ? അകത്തുള്ള ഇടി, അകത്ത് ഇടിക്കുന്ന ഇടിയേക്കാൾ കൈ ഒന്ന് അടിച്ചേ. ആമേൻ. അത് മാത്രം പാസ്റ്റർ പറയരുത്. കാരണം എനിക്കതിനെ കൊണ്ട് കഴിയുന്നില്ല. ഇന്ന് ഇവിടെ നിന്ന് കൈ അടിച്ച് കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇതാ ഹൃദയത്തെക്കാൾ വലിയവൻ. ഹലോ, ഹൃദയത്തെക്കാൾ വലിയവൻ, നിന്റെ നിരൂപണത്തെക്കാൾ വലിയവൻ, നിന്റെ വിചാരത്തെക്കാൾ വലിയവൻ, നിന്റെ പ്രതീക്ഷയെക്കാൾ വലിയവൻ, നിന്റെ രോഗത്തെക്കാൾ വലിയവൻ, നിന്റെ പ്രതിസന്ധിയേക്കാൾ വലിയവൻ, നിന്റെ കടഭാരത്തെക്കാൾ വലിയവൻ, നിന്റെ വേദനയേക്കാൾ വലിയവൻ, നിന്റെ രോഗത്തെക്കാൾ വലിയവൻ, നിന്റെ പ്രശ്നത്തെക്കാൾ വലിയവൻ എന്റെ ദൈവം. ഹല്ലേലൂയ. അല്പം മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വയ്യ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം വയ്യ. ബാക്കി എല്ലാത്തിനും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പഴയ ആൾക്കാർ പറയാറുണ്ട്, തങ്കമേന്റിക്കൊക്കെ അറിയാം, തങ്കമേന്റിയാണ് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആള്, അറിയാം. ഈ വേലക്കള്ളി പിള്ള സാക്ഷി എന്ന് പറയുന്നുണ്ട്. വേലക്കള്ളി പിള്ള സാക്ഷി. കാരണം ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓടെ കൊച്ചിലെടുത്ത് ഇടിപ്പിച്ചോളൂ. എന്താ കാര്യം? അവർ നാരങ്ങ കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, പിന്നെ കപ്പ പുഴുകണം, ഇച്ചിരി മത്തി ഇരിപ്പുണ്ട്, അതിനെ ഇങ്ങോട്ട്. ഇതൊന്നും പറ്റത്തില്ല.
അത് നമ്മുടെ കുടുംബത്തിനകത്ത് ഒരാളുണ്ട്, പേരൊന്നും പറയത്തില്ല, സ്തോത്രം, എപ്പോഴും കാണാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊച്ചിനെടുത്ത് ഉടനെ ഇടുപ്പിൽ വെച്ചോളൂ. തറ വയ്ക്കില്ല. കൊച്ചിനെ ചന്തിക്കകത്ത് കരിപ്പോട്ടിക്കകത്തെ എന്തെങ്കിലും കൊള്ളണമെങ്കിലോ, എടാ അങ്ങോട്ട് ഇട്ടൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കിടക്കില്ല, അവിടെ എടുത്ത് കൊക്കത്തിൽ വെച്ചോളും. ഇതുപോലെ ഇന്നത്തെ പെന്തക്കോസ്തുകാർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ഹൃദയത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചോ. എല്ലാം കൊണ്ട് വച്ചിരിക്കുക ഹൃദയത്തിനകത്ത്, പണി തരാൻ നിനക്ക്. ദൈവം അതിനേക്കാൾ വലിയവനായി ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഹൃദയം നിറയുന്നൊക്കെ വായി പ്രസ്താവിക്കുന്നു എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുമ്പോൾ 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ പഠിക്കുമ്പോൾ പറയുന്നു, ഈ ഹൃദയത്തെക്കാൾ വലിയവനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഇയ്യോബേ നീ ആരെന്നറിയാമോ? നിന്റെ കളങ്കം കൂടാതെ നിന്റെ മുഖം ഉയർത്താൻ പോകുകയാ. നീ പ്രാർത്ഥിച്ചവൻ നിന്റെ മുമ്പിൽ മുഖം മൂടിക്കൊണ്ട് നടക്കും. ഈ പണ്ടൊക്കെ കല്യാണ കഴിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴേ പെൺപിള്ളാരൊക്കെ വരുന്നത് ഭയങ്കര ലജ്ജയോടാണ്. ഇന്നോ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ, അതിനേക്കാളും വലുത് മൊബൈൽ ഫോണിൻ്റെ കളറിലുള്ള ഡ്രസ്സ്, അതേ കളറിലുള്ള കൺപീലി, അതേ കളറിലുള്ള ലിപ്സ്റ്റിക്ക്, അതേ കളറിൽ ഇനിയൊന്നും പറയണ്ട. ഇതെല്ലാം ഉടുത്തോണ്ട് വരുന്ന വരവ് കാണുമ്പോൾ അതിന് പിന്നാലെ സ്തോത്രം ഒരു 8-10 പിള്ളേർ ബാക്കിൽ വാല് പിടിക്കാൻ. വാല് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആമേൻ, സ്തോത്രം. നിങ്ങൾ കെട്ടായിരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാല് പിടിക്കാൻ ആരെയും നിങ്ങൾ ഏൽപ്പിക്കരുത്. വാല് മോശ പിടിച്ചോളും. മോശയ്ക്കാണ് വാലി പിടിക്കുക അധികാരം കൊടുത്തത്. സ്തോത്രം. കൊടുത്തില്ലേ? അതിന് വേണോ? ഹല്ലേലൂയ. എത്രയോ കല്യാണത്തിന് പോയിട്ടുണ്ട്, നടത്തി കൊടുക്കാനും കൂടാനും. ഏതോ ഒരു വലിയ ഫയർഫോഴ്സ് വരും പോലെയാ വരുന്ന വരവ്. ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന ഒരു കുടുംബം കണ്ടില്ലേ? വരൻ അവിടെ ഇരിക്കുക, ബ്യൂട്ടി പാർലറിൽ ഒരുങ്ങാൻ പോയിട്ട് വന്ന വരവാ. പക്ഷേ ഡ്രൈവർ ഉറങ്ങിപ്പോയി, മരത്തിൽ കൊണ്ടിടിച്ചു, ബ്യൂട്ടീഷ്യനെല്ലാം റെഡിയായി. അതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം കറക്റ്റാ. പക്ഷെ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. അത് 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. സ്തോത്രം. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. കൽപ്പന ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല, 365 ദിവസവും കൽപ്പനയുണ്ട്. രാവിലെ 1, ഉച്ചയ്ക്ക് 1. ഇത് ക്യാപ്സൂൾ പോലെയാ. രാവിലെ 1, ഉച്ചയ്ക്ക് 1. ആമേൻ, സ്തോത്രം. സന്ധ്യയ്ക്ക് 1, രാത്രിയിൽ 1. പാസ്റ്റർ എന്താ ഈ ദുരുപദേശം പറയുന്നിരുന്നു കൊണ്ട്? അങ്ങനെ ആർക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആമേൻ. പൗലോസ് എന്താ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു എന്നതല്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അതാണ് സത്യം. അങ്ങനെയെങ്കിൽ ആമേൻ, സ്തോത്രം, സങ്കീർത്തനം വിളിച്ചു പറയുന്നത് പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ആമേൻ മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന മഹാമാരിയെയും. ആമേൻ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ആമേൻ. പകൽ പറക്കുന്ന പറഞ്ഞേ അസ്ത്രത്തെയും. ആമേൻ. അപ്പൊ ഓരോ നിമിഷങ്ങളിലും ദൈവാത്മക്കൾക്ക് വേണ്ടി കർത്താവ് എങ്ങനെ നടക്കണമെന്ന് കൽപ്പനയുണ്ട്. ആമേൻ. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ട്? വായിച്ചേ യെശയ്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ആമേൻ, 3-ാമത്തെ അധ്യായം, ആമേൻ, സ്തോത്രം, അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി അതിനകത്തുണ്ട്. 16, 17, ആമേൻ, 18, ആമേൻ, 19, 20, 21, 22, 23, 24, 25,
26. നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 16-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്, യഹോവ പിന്നെയും അരുളിച്ചെന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടുകയും എറിക്കണ്ണ് കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. തത്തി തത്തി കണ്ടില്ലേ ചിലരൊക്കെ, ഭർത്താവ് പിടിച്ച് വലിക്കുക, വാ വാ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ പൊക്കം വലുതായതുകൊണ്ട് ഓടാൻ പറ്റാത്ത. അപ്പൊ നിയമമില്ലേ പുസ്തകത്തിനകത്ത്? ആമേൻ. ഇതിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഇന്ന് രാത്രി ഹൃദയത്തിനേക്കാളും വലിയവൻ. അപ്പോൾ ഈ ഹാർട്ട് നിയന്ത്രിക്കുന്നത് ആരാ? നമ്മളാണോ? അല്ല. ആരാ നിയന്ത്രിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് കയറിയിരുന്ന വേണ്ടിയത് തരാൻ, ആമൻ, പ്രവർത്തിപ്പാനുള്ള ശക്തി, പ്രവർത്തിപ്പാനുള്ള ആമൻ ആരോഗ്യം ഇതിനകത്ത്, ആമൻ, ദൈവത്തിന്റെ മഹത്വം നിറയപ്പെട്ട ഈ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പൊ ഹൃദയത്തിൽ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്ന ആരാ? യെശയ്യാവിന്റെ പുസ്തകത്തിലൊരു വാക്കുണ്ട്. ആമേൻ. നിങ്ങൾ വിളിക്കുന്ന മുമ്പേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്ന മുമ്പേ ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. എവിടെ വച്ചാ? ഹൃദയത്തിൽ പറയുന്നത് ആര് കേട്ടു? ഹലോ, ഹൃദയത്തിൽ പറയുന്നത് ആര് കേട്ടു? അഭിഷക്തന്മാരെ, ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. നിങ്ങൾ അറിവില്ലായ്മയുടെ കാലത്ത് അല്ല, നിങ്ങൾ പറയാതിരിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ, ഹൃദയത്തിൽ നിലയ്ക്കുമ്പോൾ തന്നെ അതറിയുന്നൊരു ദൈവം. 17-ാമത്തെ വാക്യം, ഇത് നിമിത്തം യഹോവ ഇസ്രായേൽ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചോര പിടിപ്പിക്കും. നിങ്ങൾ ഈ അധ്യായം പിന്നെ വായിച്ചോണ്ടാ മതി കേട്ടോ. എനിക്കിത് വ്യാഖ്യാനിക്കാം. ഇത് ലൈവ് ആയിരുന്നു, കുറച്ചുകൂടി വ്യാഖ്യാനിക്കായിരുന്നു. എനിക്ക് ഈ വ്യാഖ്യാനത്തിലേക്ക് ഈ ലൈവ് ആംഗിളെ കുറച്ചുകൂടെ പറ്റൂ. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് 16 മുതൽ തീർത്തുള്ള വാക്യം നിങ്ങളൊന്ന് വായിച്ചോളണം. ഒരു ദൈവം ഇത് നടക്കേണ്ട കൽപ്പന, ആമേൻ, ഒരുങ്ങാനുള്ള കൽപ്പന, ഹല്ലേലൂയ, സഞ്ചരിക്കാനുള്ള കൽപ്പന, പറയാനുള്ള കൽപ്പന, ആമേൻ, നോക്കാനുള്ള കൽപ്പന, സകല കൽപ്പനകളും പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഇനി ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട, ചിന്തിച്ചാൽ മതി. അവിടെ പറഞ്ഞോളും കാര്യങ്ങളൊക്കെ. നമ്മൾ ചിന്തിച്ചാൽ മതി, അവിടെ എല്ലാം അറിഞ്ഞോളും. ആമേൻ, സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. അടുത്തൊരു അധ്യായത്തിലേക്ക് കടന്നു വരാമോ? ആമേൻ. പ്രവാചകന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വേദാംശം. 65-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ തിരിക്കുന്നു. വായിച്ചാട്ടെ. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം കേട്ടോ. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഈ സബ്ജക്റ്റ് ദൈവം തന്നപ്പോൾ അവൻ, ഞാൻ ഇതിനകത്തിരുന്ന് ഇങ്ങനെ, കർത്താവേ സമയം കിട്ടിയെങ്കിൽ എന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പ് നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കും കേട്ടോ. നിങ്ങളുടെ മൊബൈൽ ഫോണുകളെല്ലാം സൈലൻ്റ് ആക്കിയിട്ടിട്ട് എവിടെയെങ്കിലും ദൂരെ കൊണ്ടങ്ങ് വയ്ക്കണം, ഇല്ലെങ്കിൽ കമത്തി വയ്ക്കണം മൊബൈൽ ഫോൺ. ആമേൻ. അപ്പോൾ ആരും വിളിച്ചാലും കേൾക്കാൻ പറ്റില്ല. ആമേൻ. വന്നാലും കോൾ വന്നാലും അറിയാൻ പറ്റില്ല. കമത്തി വച്ചിട്ട് എല്ലാം ഒതുക്കി കൊണ്ട് മാറ്റി വച്ചിട്ട്, ആമേൻ, ഒരല്പ നിമിഷം നിങ്ങളുടെ റൂമിനകത്ത് മുഴങ്കാലി നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരും. സ്തോത്രം. ഇന്ന് രാത്രി കണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുമ്പിലത്തെ കഷ്ടതകൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിന്, ആമേൻ, മറഞ്ഞിരിക്കുകയും ചെയ്തത് കൊണ്ട് ഇന്ന് രാത്രി മുൻപേ ഉള്ളതെല്ലാം മറക്കും കേട്ടോ. എല്ലാം അങ്ങ് മറന്നേക്ക്, കംപ്ലീറ്റ് മറക്കണം. ആമേൻ. എന്തുമാത്രം പ്രശ്നങ്ങൾ കടന്നു എന്നറിയാമോ? എല്ലാം അങ്ങ് മറക്ക്. ഞാൻ ഇന്ന് രാവിലെ, ആമേൻ, ആ സഹോദരനോട് കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. വിടേണ്ടത് വിട്ടില്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കത്തില്ല. സ്തോത്രം. ചിലതിനങ്ങ് വിട്ടുകളയണം. ദൈവവചനത്തിൽ കൂടെ നിൽക്കാത്തതിനെ അങ്ങ് വിട്ടുകളയണം. വിട്ടുകളഞ്ഞിട്ട്
നീ നേരെ പോയാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അല്ലാതെ എനിക്ക് എല്ലാവരും വേണമെന്ന് പറഞ്ഞ് പോയാൽ ഇപ്പോഴത്തെ കാലം കഷ്ടമായിരിക്കും. അപ്പോഴും സ്തോത്രം. വിടേണ്ടത് കുറച്ചൊക്കെ വിട്ടാൽ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയം നീ ഏൽപ്പിച്ചു കൊടുക്കണം. നീ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കും. ദൈവമേ സ്തോത്രം, ഞാൻ ഇത്രയും 10-18 വർഷം ഞാൻ അനുഭവിച്ച വേദന, എന്നെ ഒറ്റപ്പെടുത്തിയ ദേശക്കാർ, എന്നെ മാറ്റി നിർത്തിയ ചാർച്ചക്കാർ, ആമേൻ, എന്നെ കുറ്റം വിധിച്ച സ്നേഹിതർ, ഇതെല്ലാം മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അവരെല്ലാം അങ്ങ് അവോയ്ഡ് ചെയ്യണം. പൂർണ്ണമായിട്ടും മറക്കാനല്ല കേട്ടോ. പോകുന്ന വഴിക്ക് ചിലപ്പോൾ അവരെ കാണും. ഹായ്, അപ്പൊ അവരിങ്ങനെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് 2-3 വയറൂടെ വേണ്ടി വന്നെ. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഏതെല്ലാം പാസ്റ്റർമാരെന്നെ കാണും. ഹായ്, എല്ലാ കടയിലും ഇറങ്ങി കുടിക്കാനും എല്ലായിടത്തും ഇറങ്ങി നിൽക്കാനൊന്നും ദൈവമക്കൾക്ക് പറഞ്ഞിട്ടില്ല. സ്തോത്രം. എല്ലാവരും കൂടെ പോയിരുന്നു കാപ്പ് കുടിക്കാനും എല്ലാവരും കൂടെ പോയിരുന്നു കളിക്കാനും ദൈവമക്കൾ പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഞാൻ ഇന്ന ഏരിയയിൽ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ ഇറങ്ങിയിട്ട്, അതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. ദൈവം നിയോഗത്തോടെ നിന്നെ അയക്കും. നിയോഗത്തോടെ ഒരു ദൈവദാസന്റെ വീട്ടിൽ കാലൂന്നിയാൽ അത് നിയോഗത്തോടാ. ഹല്ലേലൂയ. അല്ലാതെ അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ അപ്പുറത്തൂടെ പോയാലും ഇപ്പുറത്തൂടെ പോയാലും അവിടെ അത് വിട്. ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് വലിയ ദൈവം, ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിൽ ഇരിക്കുന്ന ദൈവകുഞ്ഞെ, ഹൃദയത്തെക്കാൾ വലിയവൻ, ആലയത്തെക്കാൾ വലിയവൻ. ആലയത്തിലെ അടി എന്നെ ഏൽപ്പിച്ച് ഞാൻ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്തന്നെ. പിന്നെ ചക്കക്കുരു വാങ്ങിക്കാൻ പൈസ ഇല്ല, ഞാൻ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ. നമ്മുടെ ഒരു സഹോദരൻ പാസ്റ്റർ എന്നെ ഏൽപ്പിക്കാത്തത്, അവരെ ആ ദൗത്യം വിട്ടിരുന്ന എന്നെ ഏൽപ്പിച്ച് ഞാൻ കുറച്ചുകൂടെ കഴിവുള്ളവനല്ലോ. ഉരുക്കല്ലേ എൻ്റെ പോന്റെ ദൈവ പൈതലേ, ദൈവം നിന്നെ ഏൽപ്പിച്ചെന്ന് ചെയ്. വേറെ ആരും ചെയ്യുന്നത് നീ ആഗ്രഹിക്കുകയും വേണ്ട, തരത്തില്ല, കിട്ടത്തില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു മേഖലയിൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് 2026 10ാമത്തെ ദിവസം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഇന്നത്തെ കണക്കെടുപ്പ്, ആമേൻ, വാർത്ത കേട്ടത് മനസ്സിലായോ? ഈ 10 ദിവസത്തിനകത്ത് ഒരു ദിവസം മരണം. ശരാശരി അവർ കണക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഈ 10 ദിവസമായപ്പോൾ ഏകദേശം 3000-ത്തിനപ്പുറം പേര് ഈ കൊച്ചു കേരളത്തിനകത്ത് മരിച്ചു. ഒന്നും അറ്റാക്കൊന്നും മരിച്ചതല്ല, എല്ലാം വാഹന ഇടിയ. ഹല്ലേലൂയ. ഈ 10 ദിവസത്തിനകത്ത് ആ കണക്ക് നിരത്തി വയ്ക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച ദൂത് പറയാൻ, ഈ രാത്രി വായിച്ച 119 സങ്കീർത്തനം അതിന്റെ 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന സ്തോത്രം, ദാവീദ് തന്റെ മനോഹരമായ തൂലിക ചലിപ്പിക്കുമ്പോൾ അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന തന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല അവിടെ പ്രസ്താവിച്ചത്, ഹൃദയത്തിലെ വാക്കുകൾ പ്രസ്താവിച്ച് അവിടെ എഴുതി പിടിപ്പിച്ച ദൈവത്തിന്റെ അതിമനോഹരമായ ഗംഭീരമായ ചില ദൂതുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വായിച്ചേ. ആമേൻ. 119:6. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ സകല കൽപ്പനകൾ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ആരെങ്കിലും ലജ്ജിക്കപ്പെട്ടെങ്കിൽ ശ്രദ്ധിക്ക്, കൽപ്പന എവിടെയോ നീ കളഞ്ഞു. ആമേൻ. എവിടെയാ ലജ്ജിക്കപ്പെട്ടത്? ദേശത്തിലോ, ചാർച്ചക്കാരുടെ ഇടയിലോ, കുടുംബത്തിലോ? ആമേൻ. സ്തോത്രം. എവിടെയാ ലജ്ജിക്കപ്പെട്ടത്? കൽപ്പന സൂക്ഷിക്കാത്തോണ്ടാ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, കൽപ്പന സൂക്ഷിച്ച് ഹൃദയത്തിനകത്തേക്ക് വയ്ക്കുക. ഒന്നുപോലും കളയരുത്. അത് നമുക്ക് തന്നിരിക്കുന്നതാ. അത് ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന പ്രമാണം ഈ രാത്രി മുറുകെ പിടിക്കുമെങ്കിൽ 2026 ദൈവം നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാനിക്കും. കാരണം ഹൃദയത്തെക്കാൾ വലിയവൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഈ രാത്രി പരിശുദ്ധാത്മാ പറയുക, എന്താ പറഞ്ഞത്? അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ച് നിൽക്കും, ഭയപ്പെടുകയുമില്ല. ഉറച്ചു നിൽക്കും, പിന്നെ നീയില്ല, ഭയപ്പെടില്ല. ഒരിക്കലും നീ ഭയപ്പെടില്ല. കാരണം നിന്നെ ഒന്ന് ഉറപ്പിക്കും ദൈവം. ഇപ്പൊ നീ ഇരിക്കുന്നത് ചാഞ്ഞ മതിലും അതിൻ്റെ പുറത്തൊരു തേങ്ങ ഇരിക്കുന്നത് പോലെ. മതിൽ എപ്പോഴും അറിയും തേങ്ങ അങ്ങോട്ട് വീഴണോ ഇങ്ങോട്ട് വീഴണോ, തോമസ് കുട്ടിയുടെ മതിലിനകത്തേക്ക് വീഴണോ അല്ലെ അവറാച്ചൻ്റെ മതിലിനകത്തേക്ക് വീഴണോ. ഇങ്ങനെ അല്ല നിൽക്കേണ്ടത്. നിന്നാൽ ഉറച്ചു നിൽക്കുക ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് കർത്താവിന്റെ വേല ചെയ്യണ്ട. ആമേൻ, സ്തോത്രം. സകലവും ചപ്പും ചവറും തെണ്ണി പൗലൂസ് നിന്നപ്പോൾ ഇന്ന് രാത്രി പൗലൂസ് പിച്ചക്കാരന്റെ മകനല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ഭൂസ്വത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഇന്ത്യ മൊത്തം വാങ്ങാനുള്ളത് അവൻ്റെ ഉണ്ട്. അവരെല്ലാം അങ്ങ് വിട്ടു. ലാസ്റ്റ് ഒരു പുതപ്പും 2 പുസ്തകങ്ങളും മാത്രം അതിൽ കൊണ്ടുവരണേ, അത് കിട്ടിയാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിനകത്ത് മേശയുടെ പുറത്ത്, നിങ്ങളുടെ കട്ടിലിൻ്റെ പുറത്ത് പുസ്തകങ്ങളുണ്ടോ, ബൈബിളുകളുണ്ടോ, വായിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ അഭിഷക്തൻ കയറി നോക്കത്തില്ല. ഇത് അറിയുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ഇതറിയുന്ന ആരെന്നറിയാമോ? ദൈവം. ഓരോ വ്യക്തിയെയും, എന്നെയും. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഇതിനു വേണ്ടി ഇരുന്നു, എത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം ഇത് ഒന്നേം പിന്നെ വായിച്ചു, എത്ര പ്രാവശ്യം ഞാൻ ദൂതുകൾ കളക്ട് ചെയ്തു, ദൈവമായിട്ട് സംസാരിച്ചു, എത്ര പ്രാവശ്യം ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നു എന്നുള്ള കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. കണക്ക് ഞാൻ കൊടുക്കണം. ആ കണക്ക് ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു ദൈവം ശക്തൻ. അതാ ദൈവാത്മ പറഞ്ഞത്. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നീ ശക്തിയോടെ ദേശത്ത് തല ഉയർത്തി നിൽക്കും. തല ഉയർത്തി. ഹല്ലേലൂയ. അല്ലെ, പഴയ ആൾക്കാരൊക്കെ പാടാറുണ്ട്, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഒരു ദൈവപൈതലിന്റെ സഹായം എവിടെയെന്നറിയാമോ? സ്വർഗത്തിലാ. സകല നിക്ഷേപവും അവിടെയാ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ 5 കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാലും അതിൻ്റെ മഹത്വം, ശമ്പളം 1 പൈസ പോലും കുറയാതെ അവിടെ തരും. 10 മിനിറ്റ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശമ്പളം ദൈവം തരും. 1 വചനം വായിച്ചാൽ അതിൻ്റെ ശമ്പളം ദൈവം തരും. ഹലോ. 5 പാട്ട് പാടിയാൽ അതിൻ്റെ ശമ്പളം ദൈവം തരും. ദൈവവേല ചെയ്യുന്ന ആർക്കും ദൈവം കടക്കാരനല്ല. ഇന്ന് രാത്രി ദൈവം നമ്മെ ഏൽപ്പിച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പാസ്റ്റർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാ അനുഗ്രഹം കിട്ടിയപ്പോൾ പിന്നെ അവരെ കാണാനില്ല. പിന്നെ അവരെങ്ങോട്ടൊക്കെയോ പോയി. പിന്നെ ഒരു ദിവസം അദ്ദേഹം ധ്യാനിപ്പാൻ രാവിലെ മുഴങ്കാൽ മടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് ഒരു വലിയൊരു ശബ്ദം പാടാൻ പറഞ്ഞു. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കേണം. ഈ പാട്ട് കേൾക്കാനില്ലല്ലോ. ഇത് പാടിയ ഉരുകും. പക്ഷെ ഇപ്പൊ ഒരിടത്തും ഈ പാട്ടില്ല. ഈ പാട്ട് പണ്ടത്തെ പാട്ടല്ല. തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. ഈ പാട്ടൊക്കെ പാടിക്കഴിയുമ്പോഴേ തീ കത്തുവന്നേ. അപ്പുറത്തെ വീട്ടിലെ തീയല്ല, നമ്മൾ കത്തിക്കും തീ. പരിശുദ്ധാത്മാവിൽ തീ കത്തിക്കാൻ ഇന്ന് രാത്രി ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഇരിക്കുമെങ്കിൽ ഹല്ലേലൂയ, നീ ഉറച്ചു നിൽക്കും, ഭയം കൂടാതെ. ആമേൻ, സ്തോത്രം. ഭയമില്ലാതെ നീ എന്ത് ചെയ്യുമെന്നറിയാമോ? ഭയമില്ലാതെ, ഭയപ്പെടുകയില്ല, നീ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ 16-ാമത്തെ വാക്യം പറയുന്നു, അതെ, നീ കഷ്ടത മറക്കും. ആമേൻ. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഹല്ലേലൂയ. കഷ്ടത നീ മറക്ക്.
യേശുവിനെ മുറുകെ പിടിക്കുക. വേദന മറക്ക്. ഒരു വാക്യം കൂടെ വായിച്ചേ. 31-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ പിന്നെ വായിച്ചോ. 22-ാമത്തെ അധ്യായത്തിന്റെ 26-ാം വാക്യവും നിങ്ങൾ പിന്നെ വായിച്ചോ. 2 പത്രോസിന്റെ ആ ലേഖനം 3:14 നിങ്ങൾ പിന്നെ വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ചോ. ആമേൻ, ആമേൻ. ഇപ്പോൾ വായിക്കേണ്ട അധ്യായം ഉൽപ്പത്തി പുസ്തകം 4 അതിന്റെ 5 ഇപ്പോൾ വായിച്ചോ. സ്തോത്രം. കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്താ പ്രസാദിക്കാത്ത? കയ്യീൻ എന്താ കൊണ്ടുവന്ന ദൈവസന്നിധിയില്? എന്താ കൊണ്ടുവന്നേ? മുഖം വാടിയിട്ട് കാര്യമില്ല. കൊണ്ടുവന്നത് വെള്ളരിക്ക, പടവലങ്ങ, പാവയ്ക്ക, കത്തിരിക്ക, വഴുതലങ്ങ, പയറ്, ചെറുപയറ്, വൻപയറ്, ചതുരപ്പയറ് തുടങ്ങിയ ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കാച്ചില്, ആമേ തുടങ്ങി കൂവക്കിഴങ്ങ് ഇതെല്ലാം കൊണ്ടുവച്ചു. കർത്താവ് പറഞ്ഞു, പോടാ എൻ്റെ പടി നോക്കി. ഇതിനൊന്നും ജീവനില്ല, ഇതിനൊന്നും ജീവനില്ലാത്തതാ കൊണ്ടുവച്ചത്. പക്ഷേ ഹാബേൽ കൊണ്ടുവച്ച യാഗം കണ്ടോ? നല്ല ഊശിരുള്ള, നോക്കിയാൽ രക്തം തെറിക്കുന്ന നല്ല തടിച്ച് കൊഴുത്ത ആമെ ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ കൊണ്ടുവച്ച് യാഗം കഴിച്ചപ്പോൾ ആമെ ഹാബേലിന്റെ യാഗത്തിനകത്ത് ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രസാദം യാഗത്തിന്റെ മേൽ വഴിപാടിൽ പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി കഴിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ചിലരുടെ യാഗത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുക. നീ മുഖം ഉയർത്താൻ പോകുന്നു, നീ കണ്ണുകൾ ഉയർത്താൻ പോകുന്നു, നിന്നിച്ച സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. അതിശക്തമായി കർത്താവ് നിന്നെ അവൻ പണിയുന്ന ദിവസങ്ങളാ. Glory to God. ശമനവരകതുനി വൈഡകരകതന. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില കെട്ടുകൾ പൊട്ടട്ടെ. ആരാധനയ്ക്ക് വിരോധമായി പൊങ്ങുന്ന ചില പൈശാചിക കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. ചില കുടുംബങ്ങളെ ആരാധിക്കാൻ വിട്ടുകൊടുക്കാതെ, വചനം വായിക്കാൻ വിട്ടുകൊടുക്കാതെ, അധർമ്മത്തിന്റെ ഇരുട്ടിന്റെ ശക്തികൾ ആമേ പ്രഭാത പ്രാർത്ഥനയെ തടയുന്ന, ആമേ മധ്യാഹ്ന പ്രാർത്ഥനയെ തടയുന്ന, ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയെ തടയുന്ന, ആമേൻ ആരാധനയെ ബന്ധിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിഷ്കളങ്കത്തെ മാറ്റിക്കളയുന്ന, അറിവുകേടിനെ കൊണ്ടിടുന്ന, ഹൃദയത്തെ കളങ്കം പിടിപ്പിക്കുന്ന ദുഷ്ടശക്തികളുടെ ആമേ പ്രവർത്തനങ്ങളെ ഇന്ന് രാത്രി ദേശത്തുനിന്ന് വെട്ടിമാറട്ടെ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. അപ്പോൾ നീ ആമേ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. ഇന്ന് രാത്രി നീ മുഖം ഉയർത്താൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് നീ മുഖം ഉയർത്തും. ആമേ ശത്രുക്കൾ നിന്നെ കാണുമ്പോൾ ആമേ മുഖം താഴ്ത്തി നടക്കും. നിന്റെ മുഖം ഉയരാൻ പോകുന്നു. കർത്താവ് നിന്റെ മുഖം ഉയർത്തും. നിന്റെ കഷ്ടത നീ മറക്കും, നിന്റെ വേദന നീ മറക്കും, നിന്റെ ആമേ പ്രൈസലോ നിന്ദകൾ നീ മറക്കും. നിന്നെ കഷ്ടപ്പെടുത്തിയവരെ നീ മറക്കണം, മനഃപൂർവ്വമായി നീ മറക്കണം. നിന്നെ പരിഹസിച്ചവരെ നീ മനഃപൂർവ്വമായി മറക്കണം. നിന്നെ ഒറ്റപ്പെടുത്തിയവരെ മനഃപൂർവ്വമായി നീ മറന്നേ പറ്റൂ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഹൃദയത്തെക്കാൾ വലിയവൻ, ഹൃദയം കളങ്കമുള്ളതാ, കപടമുള്ളതാ, അതിനേക്കാൾ വലിയവൻ. ഹൃദയത്തിൽ രഹസ്യങ്ങൾ ഒന്നുപോലും ദൈവം അറിയാതിരിക്കുന്നില്ല. സകലത്തെയും അറിയുന്നൊരു ദൈവം. നീ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അഭിഷക്തന്മാരെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രഷായിട്ട് രാവിലെ എണീപ്പാൽ ദൈവ ഹൃദയത്തെ ശുദ്ധമാക്കുകയാണോ എന്നറിയാൻ നിന്റെ കിടക്കമേൽ അവൻ ഇറങ്ങി വരും, പരിശോധിക്കും, ശോധന ചെയ്യും. ഒന്നും കാണരുത്, അതിനെ മാറ്റ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വേദനകൾ നീ മറക്കാൻ പോകുന്നു, വിഷമങ്ങൾ നീ മറക്കാൻ പോകുന്നു, സങ്കടങ്ങൾ നീ മറക്കാൻ പോകുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീ മറക്കാൻ പോകുന്നു, വേദനകൾ നീ മറക്കാൻ പോകുന്നു. കാരണം ദൈവം നിന്റെ ഉടമസ്ഥനാണ്. ഹൃദയത്തെക്കാൾ വലിയവൻ, നിന്റെ ഏത് വിഷയത്തെക്കാൾ വലിയവൻ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ. 2 കരം ഉയർത്താൻ പറ്റുമെങ്കിൽ 2 കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. ആമേൻ. എൻ്റെ വേദനയേക്കാൾ അവൻ വലിയവൻ, എൻ്റെ രോഗത്തേക്കാൾ അവന് വലിയവൻ,
എൻ്റെ വിഷമത്തെക്കാൾ അവൻ വലിയവൻ, എൻ്റെ നിന്നയേക്കാൾ അവൻ വലിയവൻ. ആമേൻ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ അവൻ വലിയവൻ, എൻ്റെ ഹൃദയവേദനയേക്കാൾ അവൻ വലിയവൻ. ആമേൻ. എൻ്റെ ദേശത്തിൽ എന്നെ കർത്താവ് വലിയവനാക്കി നിർത്തും. എൻ്റെ ഭാരം ആമേൻ മാറാൻ പോകുക, എൻ്റെ വേദന മാറാൻ പോകുക. കാരണം അവൻ വലിയവൻ, സകലത്തിൻ്റെ മേലും അവൻ വലിയവൻ. ആമേൻ. എൻ്റെ കുടുംബത്തിൽ എല്ലാത്തിനേക്കാളും അവൻ വലിയവൻ, എൻ്റെ ഏത് വിഷയത്തെക്കാളും അവൻ വലിയവൻ, എൻ്റെ കടഭാരത്തെക്കാളും അവൻ വലിയവൻ. ഓ എൻ്റെ ആമേൻ ഞെരുക്കത്തെക്കാൾ അവൻ വലിയവൻ. ഓ എൻ്റെ പ്രശ്നത്തെക്കാൾ അവൻ വലിയവൻ. അപ്പാ, ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ എല്ലാ കുടുംബത്തെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുക കർത്താവേ. ആ കരത്തെ പിടിക്കുക, കരത്തെ പിടിക്കുന്ന രാത്രി തീ ഇറങ്ങട്ടെ, ശരീരങ്ങൾ തീ ഇറങ്ങട്ടെ. ആമേ, ശരീരങ്ങൾ തീ ഇറങ്ങട്ടെ. ആമേ, ബ്ലോക്കുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില സ്റ്റോൺ കംപ്ലൈന്റുകൾ മാറട്ടെ ഇന്ന് രാത്രിയിൽ. ചില ബ്ലോക്കുകൾ ഇന്ന് രാത്രി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ, ചില മൈഗ്രീൻ തലവേദനകൾ മാറട്ടെ. ചില കിഡ്നിയുടെ അനുഭവങ്ങൾ ദൈവാത്മാവ് തുടച്ചു മാറ്റട്ടെ യേശുവിന്റെ നാമത്തിൽ. കത്തിവയ്ക്കാതെ ശസ്ത്രക്രിയ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. രക്തത്താലും മധുരത്താലും രാത്രി ജയമെടുക്കുക. ശാരീരികമായ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓ, ഇന്ന് രാത്രി മൈഗ്രീൻ തലവേദനകൾ ദൈവാത്മാവ് ശാസിക്കുന്ന രാത്രിയാ. ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ വിടുതൽ രാത്രിയാണ്. ഈ രാത്രി ദൈവശക്തി വെളിപ്പെടുന്ന രാത്രി. ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ചില ശരീരങ്ങൾ രാത്രി വിടുതൽ പ്രാപിക്കുക. ഒരു മൂകതകൾ മാറട്ടെ. ആമേൻ. അധർമ്മത്തിന്റെ ശക്തികൾ മാറട്ടെ, മന്ത്രവാദങ്ങൾ മാറട്ടെ, പോരുകൾ അഴിയട്ടെ, നേർച്ചകൾ പൂജകൾ ആമേ വെടിവഴിപാടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമം ഈ രാത്രി ദേശത്ത് വെളിപ്പെടട്ടെ. മന്ത്രവാദി നിന്റെ മുൻപിൽ മുട്ടുകുത്തും, മന്ത്രവാദി നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. ഹാളിൽ നിന്റെ എതിർ പ്രാർത്ഥിച്ചവർ നിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പോകുന്നു. അയ്യോ പറ്റിപ്പോയെന്ന് പറഞ്ഞ് മുട്ടുകുത്താൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന, നിന്റെ മരണം കാണാൻ കൊതിച്ചവർ, നിന്റെ പിന്മാറ്റം കാണാൻ കൊതിച്ചവർ, ഓ നിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചവർ, ഇന്ന് രാത്രി ദാവീദ് ഓടിയതുപോലെ തങ്ങമേറ്റി ദൈവാത്മാവ് രാത്രി ദൂതറിയിക്കുന്നു. തങ്ങമേറ്റി ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടിയതുപോലെ നിങ്ങൾ ഓടിക്കോ. അബ്ശാലോമിനെ അവൻ കരുവേലകത്തിൽ തൂക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ശബനപരകതുലി സ്ഥാനമാനങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി അഴിയുക. കുടുംബത്തിന് നേരെ നിൽക്കുന്ന ചില പോരുകൾ, ചില നിലവിളികൾ ദേശത്ത് ഉയരുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് ദേശത്ത് വെളിപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ കരുതൽ വെളിപ്പെടുകയാ. ദൈവാത്മാവിന്റെ കരുതൽ അഭിഷേകത്തിലെ കുടുംബത്തിൽ വെളിപ്പെടുക കേട്ടോ. ആമേൻ. കൂട്ടായ്മകളെ തെറ്റിക്കുന്ന പോരുകളെ അഴിച്ചുവിടുന്ന ദുരാത്മാവിന്റെ വ്യാപാരങ്ങൾ ദേശത്ത് മാറാൻ പോകുകയാ. അഭിഷേകത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി കുറുകെ നിൽക്കുന്ന ദൈവപ്രവർത്തി വെളിപ്പെട്ട് കാണാൻ ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥിച്ചോ, ലിറ്റി പ്രാർത്ഥിച്ചോ, ഹല്ലേലൂയ മിനിസ്റ്റർ പ്രാർത്ഥിച്ചോ, ഹല്ലേലൂയ റിക്കി പ്രാർത്ഥിച്ചോ, ആമേൻ മിനിസ്റ്റർ പ്രൊഫസർ പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ സുബിൻ പ്രാർത്ഥിച്ചോ. ഓ വലിയ ദൈവപ്രതിനിധികളായി രാജ്യങ്ങൾ വെളിപ്പെടുകയാ. കുടിയിരിപ്പുകൾ, പോരുകൾ, ആമേൻ രാജ്യത്തിന് അവകാശം അധികാരം പറയുന്ന ഓ ചില മൂർത്തിയുടെ ശക്തികൾ ദൈവാത്മാവ് അബദ്ധമായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പൊട്ടിമാറുകയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മൺകുടമുടയും തീകത്തീടും, മൺകുടമുടയും തീകത്തീടും. ഓരീമ ശംഭവരാജ വൈഡക്കടകം വേദകരാജ ജൂഡാമാന വൈഡാമാന മൺകുടമുടയും തീകത്തീടും, മൺകുടമുടയും തീകത്തീടും. ആമേൻ 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 ആമേൻ. ജൂഡപരംതല വൈഡപരംതല വേദപരംതല ഭൂതപരംതല വൈഡപരംത ജൂഡാമാന ശംതല വൈഡേ വേദപരത്തെ വൈഡക്കടകം വേദപ്രൗഢേ വൈഡക്കടകേ. ഇന്ന് രാത്രി ചില കുടങ്ങൾ, കലശങ്ങൾ ചില കുടുംബത്തിന് നേരെ ആമെ കുഴിച്ചിട്ട ചില കുഴിപ്പോരുകൾ, മൺകുടങ്ങൾ ഉടയാൻ പോകുക. ഇതിൻ്റെ വീട്ടിലെ പ്രാർത്ഥന മുടക്കരുത്. മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥിച്ചോളണം. വിജയങ്ങൾ കുടുംബത്തിനകത്ത് വെളിപ്പെടുകയാ. വിജയങ്ങൾ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഇതിൻ്റെ മുഖം ഉയർത്താൻ പോകുക ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ.
കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. മൺകുടമുടയും തീ കത്തി. ഇന്ന് രാത്രി ഈ പാട്ട് പാടി നിങ്ങളുടെ വീട്ടിൽ ആരാധിക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ്? മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ ഈ പാട്ട് പാടി എത്ര പേർക്ക് ഇന്ന് രാത്രി വീട്ടിൽ ആരാധിക്കാൻ കഴിയും? ഒരു ഈ പാട്ട് പാടി ആരാധിക്കാൻ എത്ര പേർ കഴിയും? ഈ വരി പല പ്രാവശ്യം പാടി ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ തീ ഇറങ്ങും. ചില കീടങ്ങൾ ദൈവാത്മാവ് കത്തിച്ചു കളയും. ചില രോഗത്തിന്റെ വലയങ്ങൾ ദൈവാത്മാവ് പൊട്ടിച്ചു കളയും. ഓ പ്രൈസ് ദി ലോർഡ്. ചില വെയിലുകൾ, ചില ഞരമ്പിന്റെ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി അത് ദാസ്ഥാനപ്പെടാൻ പോകുന്നു. ചില വാഴ്ത്തത്വങ്ങൾ പുറത്തു വരുന്ന ചില ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ വാഴ്ത്തത്വങ്ങളാൽ നിറയ്ക്കുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ